ഹലോ ഗൈസ്, അങ്ങനെ നാളെയാണ് ദിവസം. നാളെ ഞങ്ങളുടെ കോളേജിൽ യൂണിവേഴ്സിറ്റി എക്സാം സ്റ്റാർട്ട് ആവുകയാണ്. ഓവർ കോൺഫിഡൻസ് ഒരു ഇച്ചിരി കൂടുതലായതുകൊണ്ട് ഞാനാണെങ്കിൽ വല്ല ഡയലോഗ് കുടിച്ച് മൊത്തം ടോപ്പിക്കും ഒറ്റ നൈറ്റ് കൊണ്ട് തീർക്കുന്നില്ല നടന്നാൽ മതിയായിരുന്നു. നാളത്തെ എക്സാമിന് ഒരു കുന്തവും പഠിക്കാതെ കുന്തം പോലെ ഇരിക്കുന്ന കുന്തളിപ്പാണ് നിങ്ങൾ കാണുന്നത്. എന്റെ സെയിം അവസ്ഥയാണോ എല്ലാവർക്കും അറിയാൻ വേണ്ടി ഞാനൊന്ന് പുറത്തിറങ്ങി നോക്കിയപ്പോഴത്തേക്ക് എന്റെ യൂണിവേഴ്സിറ്റി ഫോക്കസ് റൗട്ടർ എന്ന പേപ്പർ മറിക്കുന്നത് എന്നെ പോലെ മോഡൽ എക്സാമിന് പഠിക്കാതിരുന്നപ്പോൾ എന്റെ ഏറ്റവും വലിയ കോൺഫിഡൻസ് ഇവളായിരുന്നു. ഇവൾ എന്നോട് പറഞ്ഞു, എന്തിനാണ് ഈ മോഡലിന് പഠിക്കുന്നത്, നമുക്ക് യൂണിവേഴ്സിറ്റി ഫോക്കസ് ചെയ്യാം. എല്ലാവരുടെയും ഈ സെയിം അവസ്ഥയാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഇപ്പോഴേ ഒരു പച്ചവെട്ടിലിനൊക്കെ ഒന്ന് അന്ത്യകർമ്മങ്ങൾ ചെയ്തു വെച്ചേക്കുന്നു. ഓ, എന്തൊക്കെയല്ലേ, എന്നെക്കാളും വലിയ മുണ്ണകളുണ്ടെന്ന് ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അവിടെ നിന്ന് നേരെ ആമിയുടെയും കൃഷ്ണന്റെ റൂമിലേക്ക് വിട്ടെ. ഞാൻ അവിടെ ചെന്ന് കയറിയിട്ട് പോലും ഇവളുമാർ അറിഞ്ഞില്ല. പക്ഷേ ഞാൻ സ്നാക്സിന്റെ ബോക്സ് ഇട്ടപ്പോഴാണ് അവൾ എന്നെ നോക്കുന്നത്. ഫുഡ് തൊട്ട് കഴിഞ്ഞ് അവൾ അപ്പം നോക്കും. അത് കഴിഞ്ഞിട്ട് ഒരെണ്ണം ഉണ്ടല്ലോ, പഠിക്കുന്ന പോലെ അഭിനയിച്ച് ഉറങ്ങുന്നു. കൈയോടെ പൊക്കിയപ്പോഴത്തേക്ക് പിന്നെ ഒരു തൊലിഞ്ഞ ചിരിയും. അത് കഴിഞ്ഞ് ഞാനും കൂടുതലും കൂടി. പിന്നെ കുറച്ച് കുൽസിതവും പരദൂഷണവും ഒക്കെ ആയിട്ട് അവിടെ ഇരുന്നു. ഞാൻ എന്താണെന്നറിയോ, രണ്ടിന്റെ വായിൽ ചിപ്സ് വെച്ച് കൊടുത്തത്. ഞാനവിടെ ചെന്ന് ഇരുന്നപ്പോൾ തന്നെ നോക്കാൻ തുടങ്ങി. വരിക, തിന്നുക, വാചകടിക്കുക, നാഗ ഉള്ളത് നാക്ക്. അതും കൂടി ഇല്ലെങ്കിൽ പിന്നെ എന്താ. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ നാക്കിനെ വളരെയധികം പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവരാറുണ്ട്. ആ ബെഡ്ഷീറ്റിന്റെ ഇടയിൽ നിന്ന് ഉറങ്ങുന്നത് എൻ്റെ എക്സ് ആണ്, അതായത് എക്സ് റൂംമേറ്റ് ആണ്. ഉറങ്ങി വീഴുന്ന കണ്ടപ്പോഴത്തേക്ക് ഞാനങ്ങ് വിളിച്ചുണർത്തിയ ഇവളങ്ങ് കുൽസിതം തുടങ്ങി. ആരോടാ കളി, എന്നോടോ? ഞാൻ വിടോ? അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ഇത്രയും നാൾ അടിച്ചു വരത്തുള്ള എക്സാമിന്റെ ഒടുക്കത്തെ നീറ്റ്നെസ് എന്താ അല്ലേ.